താനെന്തിനാ ഈ കരയെ വന്നേ? ഇതിനു മുമ്പ് എത്രയോ പെണ്ണുങ്ങളെ കണ്ടവനാ ഞാൻ. പക്ഷെ ഇതുപോലൊരെണ്ണത്തെ ആദ്യമാണ്. തന്റെ ഈ ഇഷ്ടമല്ലാത്ത നോട്ടമേ, കണ്ണുരുട്ടിയുള്ള നോട്ടം, അതെനിക്ക് തന്നോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കുക. തന്നെ കണ്ട അന്നു മുതൽ എന്റെ ഊണിൽ ഉറക്കത്തിലും താനാ. ഞാനിതൊക്കെ ആരോട് പറയും? ആരോടെങ്കിലും പറയണമല്ലോ. രണ്ടും കൽപ്പിച്ച് ഉമ്മയോട് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, എടാ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പോയി ആ പെങ്കൊച്ചിനോട് പറയണം, അല്ലാതെ ഉമ്മയോട് പറഞ്ഞിട്ടെന്താ. അപ്പോഴാ ഞാനും ഓർത്തത്, അതല്ലേ അതിന്റെ ശരി. എന്നാ ഞാൻ പറഞ്ഞോട്ടെ, തന്നെ എനിക്കിഷ്ടമാ. കൂടെ വന്ന പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അച്ഛൻ അമ്മയെ പൊന്നുപോലെ നോക്കുന്നേ. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ. തനിക്ക് സൗകര്യം ഉണ്ട്, ഇഷ്ടപ്പെട്ടാ മതി. ഒരു കാര്യം, തനിക്ക് സൗകര്യമുള്ളപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞ എനിക്ക് ഇഷ്ടമാണെന്നില്ല കേട്ടോ. പിന്നെ വലിയ തന്റെ കാര്യമായി നടക്കല്ലേ. ഈ കരയത്ര നന്നല്ല. ഇത് നമ്മുടെ കനകം, ആലീസ്, ലീല, ബീന, രേവതി, ഇത് ഭദ്ര. എവള് മാത്രം ജോലി ചെയ്യുമ്പോ ഇങ്ങനെ മേൽമുണ്ട് മാറ്റണ്ടേ? അല്ല, ചൂടാത്തോണ്ടായിരിക്കും. അവൾ അറിയണമല്ലോ. തോർത്ത് താഴോട്ട്. എവിടെ നിന്ന് കിട്ടിയടാ അവളെ? ആള് തികയാതെ വരുമ്പോ ജാതകം നോക്കിട്ട് കൊണ്ടുവരാൻ പറ്റൂ. എന്തായാലും അവള് ചെയ്തത് ശരിയായില്ല. ഞാൻ ചോദിക്കും, കൊച്ചു മുതലാളി ചെയ്തതും ശരിയല്ല. അപ്പ കൊടുക്കേണ്ട കുറ്റിക്ക് എന്റെ കയ്യങ്ങ് തരിച്ചു വരുമായിരുന്നു. ഗ്ലാസ് നേരെ പിടിക്കേ. ഒരു കൊലപാതകത്തിന് ശേഷം ഒരു ബലാത്സംഗം കൂടെ വേണോടാ ആറടി. പതുക്കെ പറയാൻ കൊച്ചു മുതലാളി അക്കരെ കേക്കും. തെറ്റിയാ മീൻ കിട്ടും. പക്ഷേ രുചിയുള്ള വരാലിനെ കിട്ടാൻ ക്ഷമ വേണം. എന്നാലും അതിന്റെ രുചി ഓർത്തുള്ള ആ ഇരിപ്പ് തന്നെ ഒരു സുഖാണ്. അതായത് കൊച്ചു മുതലാളി ആ യന്ത്രവിള കിട്ടാൻ എത്ര നേരം വേണമെങ്കിലും തെറ്റാൻ പരമ്പയിൽ ഇരിക്കുമെന്ന്. കൊച്ചു മുതലാളി തെറ്റാൻ തീരുമാനിച്ച ഏത് വരാലും വീഴും. പാവം ഭദ്ര വരാല്. നീ ഏതാ? എന്താ? ഞാൻ കൊയ്യാൻ വന്നതാ. ചിണ്ടന് നല്ല പനിയാ, അതുകൊണ്ട് ഉമ്മിണിയമ്മച്ചി പറഞ്ഞിട്ടാ ഞാൻ വന്നേ. സമയം കിടയാതെ പിന്നാമ്പുറത്തേക്ക് വരാൻ പറയൂ സരോജിനിയമ്മേ. ദാ വന്നു. കെട്ടെഴുതി വെച്ചോളൂ. എന്താ നിന്റെ പേര്? ഭദ്ര. അതിനൊക്കെ വീണ്ടും സമയം കിട്ടും. ഇവിടെ വെള്ളം തിളങ്ങിയ ബാക്കി കൂടെ ഇങ്ങോട്ട് വെക്കൂ. കൊല്ലങ്ങളായും തോന്നുന്നു ഇതിന്റെ മുകളിൽ ആരെങ്കിലും ഒന്ന് തൊട്ടിട്ട്.
ആരാ ഇത് നന്നാക്കിയേ? ഞാനാ. അല്ലല്ല, ഞാനിവിടെ അടിച്ചു വരാൻ വന്നപ്പോഴാ മുകളിൽ ചുക്കിലി കണ്ട്. അപ്പൊ ചുക്കിലി അടിച്ച് കഴിഞ്ഞപ്പോ ഈ ക്ലോക്ക് തുറന്നിട്ട് ഇങ്ങനെ ആക്കിയപ്പോ ടിങ് ടോങ് ശബ്ദം വന്നു. ആ, ഏതായാലും നന്നായി. തൂത്തോട്ടെ? തൂത്തോളൂ. അല്ല, അമ്മ തൂക്കാൻ പറഞ്ഞപ്പോ ഞാൻ അടുക്കി വെക്കാൻ വന്നപ്പോഴേ ഈ കുപ്പിയിൽ സിഗരറ്റ് കുറ്റി. ഓ, എന്താ പൊടി മുറിയിലൊക്കെ, തറയിലാണെങ്കിൽ അപ്പിടി ചെളി. ഇതെന്താ തൂക്കും നടപ്പൊന്നും ഇല്ലായിരുന്നു ഇവിടെ, അല്ലേ വൈദ്യരെ? ശരി ശരി മതി. എന്തിനാ ഇത്ര വലിയ പരിഷ്കാരം? അതെ, ഈ വടക്കോട്ട് തലവെച്ചുള്ള കിടപ്പേ അത്ര നല്ലതല്ല, കിടക്കാ നല്ലത്. അതുകൊണ്ടാണോ മുതലാളിക്ക് അസുഖവും മറ്റും? ആ, ഇനി എല്ലാം മാറും. നോക്കിക്കോ. അമ്മേ, ഈ പൊട്ടിയ കണ്ണാടി വീട്ടിൽ വെച്ചാ ചീത്തയാന്നാ പറയുന്നേ. കളഞ്ഞേക്കട്ടെ? ഒരു സാധനം ഇവിടെ വെച്ചാ കാണത്ത്. എന്റെ കണ്ണട എന്ത് ചെയ്യേ? മൂക്കില് അമ്മേ, ഇങ്ങ് തന്നേക്കൂ, ഞാൻ ചെയ്യാം. അമ്മയ്ക്ക് തുണിയെങ്ങാൻ നനയ്ക്കാനുണ്ടെങ്കിൽ വടക്കേപ്പുറത്തെ മൂലക്കിട്ടാ മതി, ഞാൻ എടുത്തോളാം. എല്ലാ ചേരുവകളും കണക്കനുസരിച്ച് വൃത്തിയായിട്ട് ചേർത്തിട്ടുണ്ട്. നിറം കണ്ടില്ലേ? സ്വാദം കൊള്ളാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തീരുമാനം എടുക്കരുത്. എനിക്കും വയസ്സും പ്രായമായി. ഞാനിവിടെ കിടപ്പായ വളച്ചൊടിച്ച് കാര്യത്തിലേക്ക് വരണമെന്നില്ല. ആ പെണ്ണ് ഇവിടെ നിൽക്കട്ടെ, നിനക്കൊരു സഹായമാകും. ചിലപ്പോ ശരിക്കും മനുഷ്യനാകും നിങ്ങള്. ഞാനായിട്ട് എന്തിനാ പറയുന്നെന്ന് കരുതിയ? ഐശ്വര്യമുള്ളവളാ, നല്ല വൃത്തിയും വെടിപ്പും. ശരിയാ. പിന്നെ ഞങ്ങളുടെ വൈദ്യശാസ്ത്രപരമായ ചികിത്സാവിധി ചുഴിഞ്ഞു നോക്കിയാൽ കന്യകയായ ഇളം മനസ്സുള്ള പെൺകുട്ടി ഒരു രോഗിയായ വയസ്സനെ ചുറ്റിപ്പറ്റി നടന്നാൽ പ്രയോഗിക്കുന്ന മരുന്നിന് വീര്യം കൂടും എന്നല്ലേ? എന്താ ഇത്? ഞാൻ മനസ്സിൽ കണ്ടപ്പോ ദേ വരത്തി കണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, എന്താ? ചുമ്മാ ചുറ്റിപ്പറ്റി നടന്നിട്ട് കാര്യമില്ല. തിരുമലും കുളിയും ദേവാരവും ഒക്കെ അവള് തന്നെ നടത്തണം. ആ പയ്യെ തിന്നാൽ എടി, ഓ, നാളെ മുതൽ നിന്റെ പണി ഇവിടെയാ. അദ്ദേഹം സമ്മതിച്ചു. തേടിയ വള്ളി കാലി ചുറ്റി. കൈ നിറയെ കുപ്പിവെള്ളം ഇട്ടുതരുമോ? ഏത് നിറം? ചെങ്കൊടിയുടെ നിറം, ചുവപ്പ്. വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ? മനസ്സിൽ ഉദ്ദേശിച്ചൊരു കാര്യം സാധിച്ചു. കാര്യം സാധിച്ചതിന് കുപ്പിവെള്ളം നേർച്ചയോ? ആദ്യമായിട്ട് കേൾക്കുക എന്റെ അല്ല. മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാ മനസ്സ് തരുമോ? ഇപ്പൊ തരും. മൂസാക്കുട്ടിയെ ഇഷ്ടമാണെന്നല്ലേ മനസ്സിൽ വിചാരിച്ചത്? പന്തയത്തില് തോറ്റു. പാവം, മനസ്സ് തരില്ല കേട്ടോ. കള്ളം. ഇഷ്ടമാണെന്ന് താൻ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ആര്?
ആ വിരിഞ്ഞിരിക്കുന്ന കണ്ണിലെ കൃഷ്ണമണികൾ. ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കൃഷ്ണമണികളെ കൂടെ നിന്ന് കാലുവായിരുന്നോ?